US ആക്രമണ ഭീഷണി മയപ്പെടുത്തിയതിനു പിന്നാലെ ഇറാനിൽ ഭരണകൂട വിരുദ്ധ പ്രക്ഷോഭം അയയുന്നു. പ്രതിഷേധങ്ങളും അറസ്റ്റും തുടരുന്നുണ്ടെങ്കിലും ഗുരുതരമായ അക്രമ സംഭവങ്ങളോ ഏറ്റുമുട്ടലുകളോ ഇന്നലെ ഉണ്ടായിട്ടില്ലെന്നാണ് വിവരം. തലസ്ഥാനമായ ടെഹ്റാനിൽ ജനജീവിതം സാധാരണഗതിയിലേക്ക് മടങ്ങിത്തുടങ്ങി. സുരക്ഷാ സേനയുടെ ഡ്രോൺ നിരീക്ഷണം നഗരത്തിൽ ശക്തമാണ്. അതേസമയം ആശങ്ക പൂർണ്ണമായും ഒഴിഞ്ഞിട്ടില്ല. പ്രക്ഷോഭത്തിനിടെയുള്ള കൊലപാതകങ്ങൾ കുറഞ്ഞെന്നും ആരെയും വധശിക്ഷയ്ക്ക് വിധേയമാക്കില്ലെന്നും ഇറാൻ ഉദ്യോഗസ്ഥർ അറിയിച്ചതിനാലാണ് സൈനിക നടപടി തൽക്കാലം വേണ്ടെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തീരുമാനിച്ചത്. സൗദി അറേബ്യ, ഖത്തർ, ഒമാൻ എന്നിവരുടെ ഇടപെടലും നിർണായകമായി. എന്നാൽ അനിഷ്ട സംഭവങ്ങൾ ആവർത്തിച്ചാൽ US ഇടപെടും. പദ്ധതികളൊന്നും ഉപേക്ഷിച്ചിട്ടില്ലെന്നും പ്രതിഷേധക്കാർക്കൊപ്പമാണെന്നും US ഓർമ്മിപ്പിച്ചു. ട്രംപിന്റെ ഭീഷണിക്ക് വഴങ്ങി 800 പ്രതിഷേധക്കാരുടെ വധശിക്ഷകൾ ഇറാൻ റദ്ദാക്കിയെന്ന് വൈറ്റ് ഹൌസ് അവകാശപ്പെട്ടു. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ, ഇസ്രയേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എന്നിവരുമായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഫോൺ സംഭാഷണം നടത്തി. പ്രാദേശിക സംഘർഷം തടയാനുള്ള ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിക്കാൻ തയ്യാറാണെന്ന് പുടിൻ പറഞ്ഞു. കൂടാതെ പ്രതിഷേധം അടിച്ചമർത്താൻ ആയത്തുള്ള അലി ഖമേനി ഇറാഖിൽ നിന്ന് സായുധ സേനയെ ഇറക്കിയെന്നാണ് വിവരം. സമരക്കാരെ വധിക്കണമെന്ന് തീവ്ര നിലപാടുകാരനായ മുതിർന്ന പുരോഹിതൻ ആയത്തുള്ള അഹമ്മദ് ഖഥാമി ആവശ്യപ്പെട്ടു. സ്റ്റേറ്റ് റേഡിയോയിൽ സംപ്രേഷണം ചെയ്ത ഖഥാമിയുടെ പ്രാർത്ഥനയ്ക്കിടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെയും ഭീഷണിയുണ്ട്. സമരക്കാരെ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ കിങ്കരന്മാരെന്നും ട്രംപിന്റെ കൂലിപ്പട്ടാളമെന്നുമാണ് ഖഥാമി വിശേഷിപ്പിച്ചത്. ട്രംപിനോടും നെതന്യാഹുവിനോടും പ്രതികാരം ചെയ്യുമെന്നും സമാധാനം പ്രതീക്ഷിക്കേണ്ടെന്നും ഖഥാമി പറഞ്ഞു. ഇറാനും USഉം തമ്മിലുള്ള സംഘർഷം ലഘൂകരിക്കാൻ വിദേശ രാജ്യങ്ങൾ അടക്കം ഇടപെടുന്നതിനിടെയാണ് പ്രകോപനപരമായ പരാമർശങ്ങൾ. വെള്ളിയാഴ്ച റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇറാൻ-ഇസ്രയേൽ ഭരണത്തലവന്മാരുമായി സംസാരിച്ചു. സംഘർഷം അടിച്ചമർത്താൻ ഇറാൻ വിദേശ സായുധ സംഘങ്ങളുടെ സഹായം തേടിയിരുന്നതായാണ് വിവരം. ഇറാഖി ഹിസ്ബുള്ള പോലുള്ള ഷിയ സായുധ സംഘങ്ങളെയാണ് ഇറാൻ ആശ്രയിച്ചത്. ഇറാൻ സേന പ്രക്ഷോഭകാരികൾക്കെതിരെ വെടിവെക്കില്ലെന്ന് നിലപാടെടുത്തതോടെയാണ് അറബി സംസാരിക്കുന്ന സായുധ സേനകളെ ഖമേനി രംഗത്തിറക്കിയത്. തീർത്ഥാടകരെന്ന വ്യാജേന 5000 ഇറാഖി സായുധ സേനാംഗങ്ങൾ അതിർത്തി കടന്നു. മെയ്സാൻ പ്രവിശ്യയിലെ ഷൈബ്, വാസിദ് പ്രവിശ്യയിലെ സുർബദി എന്നിവ വഴിയാണ് സേനാംഗങ്ങൾ ഇറാനിലേക്ക് എത്തിയത്. ദിയാല, മൈസാൻ, ബസറ എന്നിവിടങ്ങളിൽ നിന്നും 800 പേർ ആദ്യം ഇറാനിലെത്തി. കതൈബ് ഹിസ്ബുള്ള, ഹരകത്ത് ഹിസ്ബുള്ള, അൽ നുജാബ, കതൈബ് സയ്യിദ്, അൽ ഷുഹാദ, ബദർ ഓർഗനൈസേഷൻ തുടങ്ങിയ ഇറാനുമായി ബന്ധപ്പെട്ട ഗ്രൂപ്പുകളിൽപ്പെട്ടവരാണ് ഇവരെന്നാണ് സൂചന. യൂറോപ്യൻ സൈനിക വൃത്തങ്ങളെയും ഇറാഖി സുരക്ഷാ സേനയും ഉദ്ധരിച്ച് CNN ആണ് വാർത്ത റിപ്പോർട്ട് ചെയ്തത്. സാമ്പത്തിക പ്രതിസന്ധിക്കും വിലക്കയറ്റത്തിനുമെതിരെ ഇറാനിൽ ഡിസംബർ 28 ആരംഭിച്ച പ്രതിഷേധങ്ങൾ പിന്നീട് ഭരണവിരുദ്ധ പ്രക്ഷോഭമായി മാറുകയായിരുന്നു. പതിറ്റാണ്ടുകൾക്ക് ശേഷം ഇറാൻ കണ്ട ഏറ്റവും വലിയ ആഭ്യന്തര കലാപമായി ഇത് മാറി. റിപ്പോർട്ടുകൾ പ്രകാരം 3000-ഓളം ആളുകൾ ഇതിനകം കൊല്ലപ്പെട്ടിട്ടുണ്ട്. വധശിക്ഷയുമായി മുന്നോട്ടു പോയാൽ ഗുരുതര പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് വൈറ്റ് ഹൌസ് നേരത്തെ ഇറാന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. സൗദി അറേബ്യ, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളും മേഖലയിൽ ഒരു യുദ്ധ സാഹചര്യം ഒഴിവാക്കാൻ നയതന്ത്ര ഇടപെടലുകൾ നടത്തിയിരുന്നു. സാധാരണയായി ഇറാനോട് കടുത്ത ശത്രുത പുലർത്തുന്ന ട്രംപ് ഈ അവസരത്തിൽ മൃദുവായ സമീപനം സ്വീകരിച്ചത് ശ്രദ്ധേയമാണ്. നേരിട്ടുള്ള സൈനിക നീക്കം അമേരിക്കയുടെ സാമ്പത്തിക അവസ്ഥയെ ബാധിക്കുമെന്നതിനാൽ നയതന്ത്രത്തിലൂടെ പ്രശ്നം പരിഹരിക്കാനാണ് ട്രംപ് മുൻഗണന നൽകുന്നത്. ഇറാന്റെ ഈ തീരുമാനത്തിന് താൻ നൽകിയ മുന്നറിയിപ്പുകളാണ് കാരണമെന്ന് വരുത്തി തീർക്കാനും ട്രംപ് ശ്രമിക്കുന്നുണ്ട്. അതേസമയം വധശിക്ഷകൾ താൽക്കാലികമായി നിർത്തിവെച്ചുവെങ്കിലും ഇറാനിലെ പ്രശ്നങ്ങൾ ഇനിയും പരിഹരിക്കപ്പെട്ടിട്ടില്ല. ഭരണപരമായ മാറ്റമാണ് പ്രതിഷേധക്കാർ ആവശ്യപ്പെടുന്നത്. ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതികളുമായി മുന്നോട്ടു പോകുന്നുണ്ടോ എന്ന് ഇസ്രയേൽ ഇപ്പോഴും സശ്രദ്ധം നിരീക്ഷിക്കുന്നു. ഏതു നിമിഷവും സൈനികമായി പ്രതികരിക്കാൻ തങ്ങൾ തയ്യാറാണെന്ന് ഇസ്രയേൽ വ്യക്തമാക്കിയിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ സൈനിക വിന്യാസത്തിൽ വലിയ മാറ്റമൊന്നും ഇതുവരെ വരുത്തിയിട്ടില്ല. 800 പേരുടെ ജീവൻ രക്ഷിക്കപ്പെട്ടത് മാനുഷിക വിജയമാണെങ്കിലും പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയ അന്തരീക്ഷം ഇപ്പോഴും കലുഷിതമായി തുടരുകയാണ്. സാമ്പത്തിക പ്രതിസന്ധിക്കും വിലക്കയറ്റത്തിനുമെതിരെ ഇറാനിൽ ഡിസംബർ 28 ആരംഭിച്ച പ്രതിഷേധങ്ങൾ പിന്നീട് ഭരണകൂട വിരുദ്ധ പ്രക്ഷോഭമായി മാറുകയായിരുന്നു. പതിറ്റാണ്ടുകൾ ശേഷം ഇറാൻ കണ്ട ഏറ്റവും വലിയ ആഭ്യന്തര കലാപമായി ഇത് മാറി. ഇന്ത്യൻ സംഘം ഡൽഹിയിലെത്തി. വെള്ളിയാഴ്ച രാത്രിയോടെയാണ് സംഘം ഇന്ദിരാഗാന്ധി രാജ്യാന്തര വിമാനത്താവളത്തിൽ വിമാനമിറങ്ങിയത്. ഇറാനിലെ സുരക്ഷാ സാഹചര്യം മോശമാകുന്ന സാഹചര്യത്തിൽ ഇന്ത്യക്കാർ രാജ്യം വിടണമെന്ന് കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.